ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ആൻഡ് അസോസിയേഷൻസിന്റെ അക്കാദമിക് എക്സലൻസിനും സോഷ്യൽ അച്ചീവ്മെന്റിനുമുള്ള 2 അവാർഡുകൾ നേടിയ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ നേട്ടത്തിന് ചുക്കാൻ പിടിച്ചവരെ അനുമോദിക്കാൻ സമ്മേളനം നടത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പത്നി പ്രീതി നടേശൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ആൻഡ് അസോസിയേഷൻ സംസ്ഥാനത്തെ മികച്ച CBSE സ്കൂളുകൾക്ക് നൽകുന്ന അവാർഡിനായി തെരഞ്ഞെടുത്ത കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ അനുമോദന സമ്മേളനം നടന്നു. 100-ലധികം സ്കൂളുകളെ പിന്നിലാക്കിയാണ് അക്കാദമിക് എക്സലൻസിനും സോഷ്യൽ അച്ചീവ്മെന്റിനുമുള്ള 2 അവാർഡുകൾ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ കരസ്ഥമാക്കിയത്. ഈ നേട്ടത്തിന് ഭാഗമായവരെ അനുമോദിക്കാനാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, പത്നി പ്രീതി നടേശൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഒന്നിനെ ഒന്ന് കണ്ടുകൂടാ, ഞണ്ടിൻ്റെ സ്വഭാവം, കയറുന്നവനെ പിടിച്ച് താഴത്തിടുക. നല്ല ഉദ്ദേശത്തിൽ പൂർവികൻ സ്ഥാപിച്ചതാണത്. ആ സ്ഥാപിച്ചവർ സമുദായത്തിലുള്ളവർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ളവർക്കെല്ലാവർക്കും ഗുണം ചെയ്യണമെന്ന് നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് വളർന്ന് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പും ആയി പരസ്പരം തല്ല് നശിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് പോകരുത്. ഭരിക്കുവനാരായാലും ഭരിക്കാൻ തിരഞ്ഞെടുത്തവനാരായാലും അവർക്ക് ഭരിക്കാൻ അവസരം കൊടുക്കുക. അടുത്ത തിരഞ്ഞെടുത്ത് വരുമ്പോൾ നമ്മൾ എതിരായി പാലിൽ വെച്ച് ജയിക്കാനൊത്തെങ്കിൽ അവർ ജയിച്ച് അവർ ഭരിക്കുക. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ആരോ അവർ ഭരണത്തിൽ വരും, അവർ ഭരിക്കും. അത് കാണാനും അത് അംഗീകരിക്കാനും ഉള്ള വലിയ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. പലപ്പോഴും ഇവിടെ അതില്ലാതെ പോകുന്നു. പലപ്പോഴും നിരപരാധികൾ അധ്യാപകരും കുട്ടികളും നോക്കി നിൽക്കെ ഇവിടെ കടന്നാക്ക് കയറി ആക്രമണങ്ങളും അങ്ങനെ തമ്മിൽ തല്ലും എന്ന് പറഞ്ഞാൽ ഒരു കലാലയം എന്ന് പറഞ്ഞാൽ കലഹ ആലയം ആകരുത്. ഇതൊരു വിശുദ്ധിയുടെ അറിവിൻ്റെ കലാലയം. ആ അറിവ് പകരുന്ന പ്രദേശത്ത് ശാന്തവും സുന്ദരവും മനോഹരവുമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അധ്യാപകർക്കുണ്ടാകണം, വിദ്യാർത്ഥികൾക്കുണ്ടാകണം. അപ്പോൾ അതിനുള്ള അന്തരീക്ഷം ഇതിൻ്റെ ഭരണാധികാരികൾ തമ്മിലുള്ള ഗ്രൂപ്പ് വസതിയിലൂടെ ഇല്ലാതെ പോയാൽ ഈ സ്ഥാപനം തന്നെ നാശോന്മുഖത്തേക്ക് പോകും. ഇവിടെ എല്ലെങ്കിലും വേറെയും പോയി പഠിക്കാനുള്ള ഒരുപാട് CBSE സ്കൂളുകൾ ഇന്നുണ്ട്. പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ നോക്കണം, ഒന്നായാലേ നന്നാകൂ. പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയമാണ് ഈ സ്കൂളിൽ നടപ്പാക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞുകൊണ്ട്, ശ്രീനാരായണ സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞുകൊണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് സാംസ്കാരികമായിട്ട് ഉയരാനായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവർ നടത്തിയിരുന്നെങ്കിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ് അത് SNDP യോഗവും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള ആ മഹാസന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്കൂളുകളെല്ലാം അവർ നടത്തിക്കൊണ്ടു പോകുന്നത്. സ്കൂളിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതിക്കുള്ളതെന്ന് സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ P. പത്മകുമാർ അറിയിച്ചു. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് ഒരാശങ്ക വേണ്ട. സിവിൽ സർവീസ് മുതൽ താഴോട്ടുള്ള ഏത് മത്സര പരീക്ഷകളിലും അനായാസം വിജയിക്കുവാൻ ഇവിടുത്തെ സാധാരണ വിയർപ്പൊഴുക്കുന്ന തൊഴിലാളിയുടെ മക്കൾക്ക് കഴിയും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങളുടെ ഈ കമ്മിറ്റി തരുന്നത്. അത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ്. ഞാനുൾപ്പെടെയുള്ള ഈ സമിതിയുടെ അമരക്കാരായിട്ടുള്ള പലരും ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നൂലെ കെട്ടി ഇറക്കിയവരല്ല. സാറും അതുപോലെ തന്നെ കായൽരായപ്പ സാറും മറ്റുള്ള ആൾക്കാർക്കും അറിയാം. ഞങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കായംകുളത്ത് തന്നെ ഉണ്ടായിരുന്നു വർഷങ്ങളോളം. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കായംകുളത്തെ പൊതുസമൂഹം വിലയിരുത്തിയതാണ്. ഞങ്ങളെ അന്യരല്ല എന്ന് കരുതി ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ എന്തൊക്കെയോ നേട്ടം അഭിമാനം പറയുകയല്ല. ആ നേട്ടങ്ങളുടെ ഒരു പ്രതിഫലനം മനസ്സുകളിൽ ഉണ്ടാകുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഭാരമേൽപ്പിച്ചത്.
സ്കൂൾ മാനേജരും സെക്രട്ടറിയും പ്രിൻസിപ്പലും ചേർന്ന് വിശിഷ്ടാതിഥികൾക്ക് സ്നേഹോപഹാരം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ SB ശ്രീജയയ്ക്ക് വെള്ളാപ്പള്ളി നടേശൻ ഉപഹാരം നൽകി. അധ്യാപകരെയും ഇതര ജീവനക്കാരെയും പ്രിൻസിപ്പൽ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരുമായ പ്രൊഫസർ ഡോക്ടർ P. പത്മകുമാർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. അങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നത്. 1980 കേരള സിലബസിൽ കായംകുളത്ത് SN വിദ്യാപീഠം എന്ന സ്ഥാപനമാണ് ആദ്യം. ഇപ്പോൾ കായംകുളത്ത് GDM ഓഡിറ്റോറിയം നിൽക്കുന്ന സ്ഥലത്ത് ഒരു അംഗനവാടി പോലെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി കായംകുളത്തെ കേരള സിലബസിലെ SN വിദ്യാപീഠം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 7-8 വർഷം കഴിഞ്ഞപ്പോൾ മറ്റ് CBSE സിലബസിലേക്ക് ഒരു സ്കൂൾ തുടങ്ങണമെന്ന ആഗ്രഹം അവർക്കുണ്ടായി. അങ്ങനെ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് ആലപ്പുഴ ജില്ലയിലെ അല്ല കേരളത്തിൽ തന്നെ തലയെടുപ്പോട്ട് നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ മഹാരഥന്മാരെ ഓർക്കാതെ ഒരു നിമിഷം പോലും നമുക്ക് ഈ ചടങ്ങ് തുടങ്ങുവാൻ കഴിയില്ല. അവരുടെ ആത്മാവിന് മുമ്പിൽ ഇനി ജീവിച്ചിരിക്കുന്ന 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മൺമറഞ്ഞു പോയി. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. SNDP യോഗം കായംകുളം യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ, കരുനാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറി R. സോമരാജൻ, ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് കായലിൽ രാജപ്പൻ, ഗ്ലോബൽ കേരള മിഷൻ വൈസ് ചെയർമാൻ അജോയ് കുമാർ, തമ്പി മേട്ടതറ, മടത്തിൽ ബിജു, ചിറപ്പുറത്ത് മുരളി, സന്തോഷ് കണിയാമ്പറമ്പിൽ, സുധീർ ദത്തൻ, രമേശ് മാവോലിത്തറ, സമിതി ട്രഷറർ പ്രൊഫസർ TM സുകുമാരബാബു, മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാർ, സഹോദര സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാർ, സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ ഡേവിഡ് മാത്യു, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് കായൽ രാജപ്പൻ സമ്മേളനത്തിൽ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.